കൃഷ്ണകൃപാസാഗരം. എനിക്കായി അർപ്പിക്കപ്പെടുന്ന നൈവേദ്യം ഞാൻ തന്നെ യാചിച്ചു വാങ്ങാമെന്ന് തീരുമാനിച്ചു. അതിലെന്തെങ്കിലും അവിവേകമുണ്ടെങ്കിൽ സദയം പൊറുക്കണം. ഭഗവാനെ, എന്റെ ചങ്ങാതിമാരുടെ വിശപ്പ് എന്റെയും വിശപ്പാണ്. മറ്റുള്ളവരുടെ വിശപ്പ് അകറ്റാൻ വേണ്ടി അഖിലേശ്വരനായ അങ്ങ് യാചിക്കുന്നുവോ? ഭഗവാനെ, അങ്ങയുടെ അനന്തമായ കാരുണ്യവും വാത്സല്യവും മഹാപ്രഭു ഞാൻ എങ്ങനെ പ്രകീർത്തിക്കണം? എന്ത് ഭ്രാന്താണ് അങ്ങേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? യജ്ഞവിധികൾ മറന്ന് ഏറെ നേരമായല്ലോ അഗ്നിജ്വാലയോട് പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. പുലമ്പുകയല്ല, അവതാരങ്ങളിൽ പരിപൂർണതമനായ ഭഗവാൻ കൃഷ്ണനാണെന്റെ കൺമുന്നിൽ. ആ സർവാന്തര്യാമിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ പുണ്യം ദർശിച്ച് നിങ്ങളും സായുജ്യമടയൂ. പരിഹസിക്കേണ്ട വിപ്രരെ, ഈ അഗ്നിജ്വാലയിലേക്ക് നോക്കൂ, നിങ്ങൾക്കും അപ്പോൾ വിശ്വാസമാകും. അയ്യോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വെറും ചിത്തഭ്രമം. മറ്റൊന്നുമല്ല, യജ്ഞഭംഗം നടന്നിരിക്കണു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിപത് കാഴ്ചകൾ. വിപത് കാഴ്ചകളോ? നിങ്ങൾ അവിവേകം ഒഴിവാക്കൂ. പൂർണ്ണാവതാരം പോലും ജ്വാലയിൽ ഞങ്ങൾക്ക് ദർശിക്കാൻ കഴിഞ്ഞത് ഏതോ ദുർഭൂത സ്വരൂപത്തെയാണ്. ഭംഗം സംഭവിച്ച യാഗത്തിനുള്ള പ്രതിവിധികളാണ് ഇനി ആരായേണ്ടത്. ഭംഗം യജ്ഞത്തിനല്ല, മറ്റെന്തിനോ ആണ്. ജ്വാലയിൽ ഒരു ഭൂതവും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എന്നെ വിശ്വസിക്കൂ, പരിപൂർണ ദിവ്യ തേജസ്സാണ്. ഞാൻ കൺമുന്നിൽ കാണുന്നത് എന്റെ ഹൃദയത്തിൽ ആവാസിതനായ സാക്ഷാൽ ഭഗവാനെ തന്നെയാണ്. കറകളഞ്ഞ ഭക്തിയോടെ കണ്ണടച്ച് ധ്യാനിക്കൂ. ഈ ജ്വാലയിലേക്ക് നോക്കൂ. കൃഷ്ണ, അങ്ങയുടെ വിശപ്പടങ്ങിയോ? അങ്ങ് തൃപ്തനാണോ? പൂർണ്ണ തൃപ്തി. വിപ്രപത്നികളെ, നിങ്ങൾക്ക് സകല ഐശ്വര്യങ്ങളും വന്നു വിളങ്ങും. ഇനി സന്തോഷത്തോടെ യാത്രയാകാം. ഞങ്ങൾ എവിടേക്ക് പോകാൻ? നിങ്ങളുടെ ഭർത്തൃസദനത്തിലേക്ക്. അവരൊന്നും ഇനി ഞങ്ങളെ സ്വീകരിക്കില്ല. എന്തുകൊണ്ട്? അവരുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടത്. ഞങ്ങൾക്കിനി അങ്ങാണ്, അങ്ങ് മാത്രമാണ് അഭയം. എന്റെ പ്രീതി എന്നും നിങ്ങൾക്കുണ്ടാകും. എങ്കിലും ഒരപരാധം ഞാൻ കാണുന്നു. ഭർത്തവചനങ്ങൾ ധിക്കരിക്കുന്ന ആരെയും എനിക്ക് യഥാർത്ഥ ഭക്തരായി അംഗീകരിക്കാനാവില്ല. പുറപ്പെട്ടോളൂ. വേണമെങ്കിൽ ഞാനും നിങ്ങളെ അനുഗമിക്കാം. നിങ്ങൾക്ക് വേണ്ടി മാപ്പ് അപേക്ഷിക്കാം. വേണ്ട കൃഷ്ണ, എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോന്നവരാണ് ഞങ്ങൾ. ഇനി മടങ്ങി ചെല്ലുന്നത് ആത്മാഭിമാനത്തിന് ഉചിതമല്ല. അപമാനം സഹിക്കേണ്ടി വരും. അപമാനമോ? കോപതാപങ്ങളുടെ ശമനമാണ് എന്റെ ലക്ഷ്യം. അതിൽ നിന്നും ഭിന്നമായി ആരോടും എനിക്ക് പെരുമാറാനും ആവില്ല. നിങ്ങളുടെ ഭർത്താക്കന്മാർ വേദങ്ങൾ ഗ്രഹിച്ച് വേദാചാര പ്രകാരം ലളിത ജീവിതം നയിച്ച് അഗ്നി വളർത്തി യാഗം ചെയ്യുന്നത് ഒരിക്കലും തൻ നന്മയ്ക്ക് വേണ്ടിയല്ല, ലോക നന്മയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ള ഉത്തമന്മാരുടെ പത്നിമാരായി ജീവിക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യം. അവരെ ബഹുമാനിക്കേണ്ടതും നിങ്ങളുടെ ധർമ്മം.
അത് വിസ്മരിച്ച് ഇവിടെ തന്നെ കഴിയണമെന്ന് ശഠിക്കുന്നത് തെറ്റാണ്, പാപഹേതുവാണ്. കൃഷ്ണ കൃഷ്ണ, ക്ഷമിക്കണേ. ക്ഷമിക്കണേ. യാഗം നടത്തുന്നു എന്ന അഹന്തയാൽ അങ്ങയെ ഞങ്ങൾ അവഗണിച്ചു. ഞങ്ങളുടെ അജ്ഞതയും അപരാധവും അങ്ങ് പൊറുക്കണം. പൊറുക്കേണ്ട ഒരു കുറ്റവും നിങ്ങൾ ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല. ചെയ്യേണ്ടതൊന്നു മാത്രം, മനസ്സിൽ നിന്ന് കോപവിദ്വേഷങ്ങൾ മായ്ച്ചു കളയൂ. അത് പാപത്തിലേക്ക് നയിക്കുന്ന വഴിയാണ്. പുണ്യവതികളായ ഈ ധർമ്മഭക്തിമാരോടൊപ്പം നിങ്ങളുടെ ഗൃഹസ്ഥാശ്രമം തുടരട്ടെ. വിട്ടുവീഴ്ചകളോടെ ഭർത്താവിനെ ദൈവമായി കണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറഞ്ഞ് ജീവിതം മംഗളകരമായി തുടരട്ടെ. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? തീർച്ചയായും നാം അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മം തന്നെയാണ്. ആ നിലയ്ക്ക് സ്വാഗതാർഹവും. ഇന്ദ്രനാണല്ലോ മഴയുടെ അധിപൻ. അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തേണ്ടത് എന്തുകൊണ്ടും പ്രധാനം തന്നെ. ഒന്നോർത്താൽ അത് നമ്മുടെ കടമയും കൂടിയാണ്. വൃഷ്ടിയില്ലെങ്കിൽ വൃദ്ധിയൊന്നൊന്നില്ലല്ലോ. പക്ഷേ നമ്മൾ വൃന്ദാവനത്തിൽ വന്നിട്ട് ചുരുങ്ങിയ കാലമല്ലേ ആയിട്ടുള്ളൂ പ്രഭു. അതിനെന്താ ദേവി? 6 വർഷത്തിൽ ഒരിക്കലെന്നല്ലേ ഇന്ദ്രയാഗത്തിന് വിധിച്ചിട്ടുള്ള പ്രമാണം? എനിക്കും മനസ്സിൽ തോന്നിയ സംശയമാണ്. ആചാരലംഘനമാവുമോ എന്നൊരു ശങ്ക. ശരിയാണ്. നാം വൃന്ദാവനത്തിൽ വന്നിട്ട് ഒരു യാഗം നടത്തേണ്ട കാലമായിട്ടില്ലെന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ നമുക്ക് വലുത് ഈ മണ്ണാണ്, നമ്മുടെ സമ്പത്തായ ഗോക്കളാണ്. അക്കാര്യത്തിൽ സംശയമെന്ത്? വിധിവശാൽ ഈ മണ്ണിലെത്തിയ നമ്മൾ ഇന്ദ്രപ്രീതിയെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചില്ലെന്നത് ഒരു അപാകതയാണ്. അത് പരിഹരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെ, അങ്ങ് പറഞ്ഞത് സത്യം തന്നെ. അതിനുമുപരി ഇന്ദ്രയാഗം എന്നൊരാഗ്രഹം എൻ്റെ ഭക്തിയിലും കലശലായി കടന്നുകൂടിയിരിക്കുന്നു. ഗോകുലത്തിന്റെ രക്ഷകനായ അങ്ങയുടെ ആഗ്രഹത്തോട് വിയോജിക്കുന്നവർ ഗോപന്മാർക്കിടയിൽ ആരും തന്നെ കാണില്ല. പ്രത്യേകിച്ചും അതൊരു സൽക്കർമ്മമാണെന്നിരിക്കെ. ഗോക്കളുടെ സദ്ഗതിയാണ് നമ്മുടെ സദ്ഗതിക്കും ആധാരം. അതിനാകട്ടെ ഇന്ദ്രപ്രീതി അനിവാര്യവും. അങ്ങനെ നോക്കുമ്പോ അങ്ങയുടെ ആഗ്രഹം വെറും വ്യക്തിപരമല്ല, ഗോകുലത്തിന്റെ തന്നെ നന്മയ്ക്കും ശ്രേയസിനും വേണ്ടിയുള്ളതാണ്. എല്ലാവരുടെ അഭിപ്രായവും ആ വഴിക്കാണെങ്കിൽ പിന്നെ വൈകിപ്പിക്കുന്നത് എന്തിന്? അതെ, ശരിയാണ്. നല്ലൊരു നാളും മുഹൂർത്തവും നോക്കി നാം ഉദ്ദേശിക്കുന്ന ശുഭകർമ്മത്തിന് വൃന്ദാവനത്തിന്റെ മണ്ണിൽ തുടക്കം കുറിക്കാം. എങ്കിൽ വിധിപ്രകാരമുള്ള ഒരുക്കങ്ങളെ പറ്റിയല്ലേ ഇനി ആലോചിക്കേണ്ടത്? അതിനെപ്പറ്റി തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. നാം വൃന്ദാവനത്തിൽ ആദ്യമായി നടത്തുന്ന ഇന്ദ്രയാഗമായതുകൊണ്ട് തന്നെ അതിനൊരു കുറവും ഉണ്ടായിക്കൂടാ. ആ കാര്യങ്ങളെല്ലാം അങ്ങ് ഞങ്ങൾക്ക് വിട്ടു തന്നാ മതി. എന്നാൽ ഇന്നു മുതലേ തുടങ്ങാം ഒരുക്കങ്ങൾ.
അങ്ങേക്ക് ഈ യാഗം നടത്താൻ തോന്നിയത് വൃന്ദാവനവാസികളുടെ ഭാഗ്യം. ഇന്ദ്രപ്രീതിയാൽ വൃന്ദാവനം ഈ ഭൂതലത്തിലെ തന്നെ സസ്യശ്യാമളമായ പ്രദേശമായി ഭവിക്കും. നാം അർപ്പിക്കുന്ന ഹവിസ് യജ്ഞേശ്വരനായ അദ്ദേഹം പൂർണ്ണ തൃപ്തിയോടെ ഏറ്റുവാങ്ങിയാൽ മതി. ഭക്തരായ സജ്ജനങ്ങൾ അർപ്പിക്കുന്നതെന്തും ദേവന്മാർ തൃപ്തിയോടെ തന്നെ സ്വീകരിക്കും. അതിലൊരു സംശയവും വേണ്ട. വരൂ കണ്ണ, എവിടെയായിരുന്നു രണ്ടുപേരും ഇതുവരെ? എന്തിനാണ് അച്ഛാ ഈ യാഗം? കണ്ടാൽ അറിഞ്ഞുകൂടെ, ഇന്ദ്രയാഗത്തിനുള്ള ഒരുക്കങ്ങളാണ്. അത് കണ്ടും കേട്ടും അറിഞ്ഞ വിഷയം തന്നെ. എന്നാലും അച്ഛാ, ഒരു സംശയം. ചോദിക്കൂ കണ്ണ. ഇന്ദ്രയാഗം എന്തിനു വേണ്ടിയാണ് അച്ഛാ? ഭൂമി സസ്യസമ്പൂർണമാവണമെങ്കിൽ കാലാകാലം പിഴയ്ക്കാതെ വർഷപാതമുണ്ടാവണം. മഴയില്ലെങ്കിൽ പിന്നെ വരൾച്ചയാണ്. വരൾച്ച ബാധിച്ചാൽ പുല്ലുണ്ടാവില്ല. പുല്ലുകളില്ലെങ്കിൽ നമ്മുടെ പശുക്കളെല്ലാം പട്ടിണിയിലാവും. നമ്മുടെ ജീവിതം തന്നെ സ്തംഭിച്ചു പോകും. ആ സത്യം എനിക്കും ബോധ്യമാകുന്നുണ്ട് അച്ഛാ. പക്ഷേ ബോധ്യമാകാത്തത് അതിനെന്തിന് ഇന്ദ്രയാഗം എന്നതാണ്. പാപചിന്തകൾ ഉച്ചരിക്കാതെ നന്ദസുത. സംശയങ്ങൾ പേറി നടക്കുന്നതല്ലേ ഗുരുവര്യ പാപം. സംശയ നിവൃത്തി വരുത്തുന്നത് പാപഹരവും. അതുതന്നെയാണ് വേദങ്ങളുടെ പൊരുളും. മഴയ്ക്ക് ആധാരം മേഘങ്ങളല്ലേ കണ്ണ? അതെ അച്ഛാ. ആ മേഘങ്ങളെ നിയന്ത്രിക്കുന്നതോ ഇന്ദ്രഭഗവാനും. ഇന്ദ്രന്റെ ആജ്ഞാനുസരണം മാത്രമേ മേഘങ്ങൾ വർഷിക്കാറുള്ളൂ. അതിനാകട്ടെ ഇന്ദ്രൻ സംപ്രീതനുമാകണം. അപ്പോൾ യാഗം നടത്താത്ത പക്ഷം? അത് ആലോചിക്കുന്നതേ തെറ്റ്. അദ്ദേഹം കുപിതനായി തീരും. കുപിതനായാൽ? കണ്ണ, പിന്നെ യഥാകാലം മഴയുണ്ടാവില്ല. വരൾച്ച കൊണ്ട് ഭൂമിയും മനുഷ്യരും സർവനാശമടയും. ഗുരുനാഥ, എന്റെ എളിയ മനസ്സിൽ തെളിയുന്നത് മറ്റൊന്നാണ്. ഇന്ദ്രനെ മനസ്സിൽ ധ്യാനിക്കുന്നവർ ആരായാലും ഭക്തരായിരിക്കും. ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ഭക്തി തന്നെ ധാരാളം മതി അവരനുഗ്രഹിക്കുവാൻ. കണ്ണം പറഞ്ഞു വരുന്നത്? ഭഗവാന്റെ ധർമ്മമേ, ഭക്തവാത്സല്യമാണമ്മേ. എല്ലാ ദേവന്മാരെ സംബന്ധിച്ചും അത് തന്നെ സത്യം. പിന്നെന്തിന് ഇന്ദ്രൻ മാത്രം കുപിതനാകണം? ഇന്ദ്രൻ പക്ഷേ മറ്റുള്ള ദേവന്മാരെ പോലെ അല്ല നന്ദസുത. തനിക്ക് കിട്ടേണ്ട യജ്ഞവീതം തനിക്ക് തന്നെ കിട്ടണമെന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ട്. അതിന്റെ അർത്ഥം നിർവ്യാജ ഭക്തി പോരാ, അദ്ദേഹത്തിന്റെ ശാഠ്യങ്ങൾക്കും കീഴ്വഴങ്ങണമെന്നല്ലേ? പ്രതിഫലം കിട്ടിയാലേ ദേവന്മാർ പ്രസാദിക്കുമെന്നുണ്ടോ? പ്രതിഫലം വാങ്ങി പകരം നൽകുന്നതിന്റെ പേര് വെറും വ്യാപാര ബുദ്ധി എന്നാണ്. ദേവധർമ്മം അതാണോ ഗുരുനാഥ? എല്ലാ ജീവജാലങ്ങളെയും സമഭാവനയോടെ കാണുന്നതാണ് ദേവധർമ്മം. ആ ധർമ്മമനുസരിച്ച് എവിടെയും യഥാകാലം മേഘങ്ങൾ പെയ്യേണ്ടത് ഇന്ദ്രന്റെ കടമയാണ്. നാം കാലാകാലം ചെയ്തു വരുന്ന കടമ ഭംഗം കൂടാതെ നിർവഹിക്കുന്നു. അതിനപ്പുറം എന്തിനു ചിന്തിക്കണം കണ്ണ? പക്ഷേ അത് ഇന്ദ്രനെ ഭയന്നാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ എന്തർത്ഥമാണുള്ളതച്ചാ? നിന്റെ വാക്കുകളിൽ എന്തൊക്കെയോ പൊരുളുണ്ട്. അതൊന്നും തെളിച്ചു പറയൂ കണ്ണ. അച്ഛാ, നമുക്കും നമ്മുടെ പശുക്കൾക്കും ജീവൻ നൽകുന്നത് ഈശ്വരനല്ലേ? അതെ, അതിലെന്താ സംശയം? പക്ഷേ എന്തിനും അടിസ്ഥാനം കർമ്മഫലമാണ്. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ജന്മങ്ങൾ ലഭിക്കുന്നു. വെറും മഴ കൊണ്ട് മാത്രമല്ല, മണ്ണിൽ അധ്വാനിച്ചിട്ട് കൂടിയാണ് ആ ജീവിതം നിലനിർത്താൻ വേണ്ടത് നാം കണ്ടെത്തുന്നത്. മഴ പ്രകൃതിയുടെ വരദാനങ്ങളിൽ ഒന്നു മാത്രം. അത് ഒരാളിന്റെയും ഔദാര്യമല്ല, ദാനവും. വണിക്കുകളെ പോലെ വിലപേശിയ ഇന്ദ്രൻ മനുഷ്യനെ കടാക്ഷിക്കൂ എന്നാണെങ്കിൽ കഷ്ടം. അത് കേൾക്കുന്നതേ കഷ്ടം. കണ്ണം പറയുന്നതിൽ ന്യായമില്ലാതില്ല. എങ്കിൽ ഇതിന് പകരം വയ്ക്കുവാൻ വേറൊന്നു വേണമല്ലോ. ഗോക്കളാണ് നമ്മുടെ സമ്പത്ത്. ഈ വൃന്ദാവനത്തിലെ ഗോക്കളെ പുല്ലും സസ്യവും ജലവും നൽകി സംരക്ഷിക്കുന്നത് നമ്മുടെ എല്ലാം കുലദൈവമായ ഗോവർദ്ധനമാണ്. കാറ്റിൽ ചിതറിയോടുന്ന മേഘങ്ങളെ
തടഞ്ഞു നിർത്തി വൃഷ്ടി പൊഴിക്കുന്നതും ആ ഗിരീശന്റെ കാരുണ്യത്താലാണ്. ആ ഗിരീശന്റെ കടാക്ഷമായ തീർത്ഥങ്ങളാണ് നമ്മുടെ ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുന്നത്. കണ്ണൻ പറയുന്നതിൽ പരമാർത്ഥമുണ്ട് ഇല്ലേ ഗുരുവര്യ? അതെ, ഞാനും അത് തന്നെ പറയാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ യാഗം നടത്തേണ്ടത് ഗോവർദ്ധനഗിരിക്ക് വേണ്ടിയാണെന്നാണോ? അതെ, സാക്ഷാൽ ഹരിയുടെ അംശമാണ് ആ പർവ്വതരാജൻ എന്ന സത്യം നാം മനസ്സിലാക്കണം. ഉം. ഗിരീശൻ പരിപാലകനെങ്കിലും നമ്മൾ പൂജിച്ചാദരിക്കുക വഴി ഗിരീശൻ സന്തുഷ്ടനായാൽ എന്നും നമ്മെയും നമ്മുടെ ഗോക്കളെയും പരിരക്ഷിച്ചുകൊള്ളും. കൺമുന്നിൽ നാം സദാ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യക്ഷ ദേവതയാണ് ആ പുണ്യശൈലം. കണ്ണന്റെ നിർദ്ദേശം കേട്ടില്ലേ? എന്താ എല്ലാവരുടെ അഭിപ്രായം? ലോക പരിചയവും അറിവും സിദ്ധിച്ച ഒരു വിജ്ഞാനിയുടെ വാക്കുകൾ തന്നെ. കൃഷ്ണന്റെ അഭിപ്രായമാണ് ശരി, സ്വീകാര്യവും. ഇന്ദ്രയാഗമല്ല, ഗോവർദ്ധനയാഗമാണ് നമുക്ക് വേണ്ടത്, അല്ലേ? ഗോവർദ്ധനയാഗം മതി. മതി. എങ്കിൽ ആയതിനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഗോവർദ്ധനേശ്വരന്റെ പാതാരവിന്ദങ്ങളിൽ യാഗം തയ്യാറാവട്ടെ. ഓ, കോപതാപങ്ങളുടെ ശമനമാണ് എൻ്റെ ലക്ഷ്യം. കോപം അഥവാ ക്രോധം വെറും ഹിംസാപ്രേരിത വികാരം. കുതിക്കൂ, ഇരുട്ടാഴിയിൽ നിന്ന് ശാന്തിയുടെ ആഴങ്ങളിലേക്ക് സസ്നേഹം. അവിടെയാണ് ദൈവിക നന്മയുടെ നറുമുത്തുകൾ വാരിയെടുക്കാനാവുക എന്നത് മറ്റൊരു ഉപദേശവാക്യം. ഈ പ്രപഞ്ചം ഒരു പൂന്തോട്ടം. മനുഷ്യൻ, പക്ഷികൾ, വന്യമൃഗങ്ങൾ എല്ലാം ചിന്മയം, അതുകൊണ്ട് തന്നെ ആരാധ്യവും. പിന്നെ എവിടെയാണ് ക്രോധവിദ്വേഷങ്ങൾക്കും ഹിംസാപ്രേരിത കർമ്മങ്ങൾക്കും ഇടം?